വീട്ടിലെല്ലാവരും കൂടെ ടി വി കാണുന്ന സമയത്തോ അല്ലെങ്കിൽ മഴ കണ്ട് വെറുതെ ഇരിക്കുന്ന സമയമൊക്കെ വരുമല്ലോ, ആ സമയങ്ങളിലെല്ലാം ചായയോടൊപ്പം കുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക്. എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. പിന്നെ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് ഹെൽത്തിയുമാണ്, മറ്റൊന്നും പേടിക്കാനും ഇല്ലല്ലോ. ഇത് റിംഗ് മുറുക്ക്. ഇത് 1 കപ്പ് വറുത്ത അരിപ്പൊടി, പാലപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന നൈസായ വറുത്ത അരിപ്പൊടി. 1 കപ്പ് റവ. ഇത് അരിപ്പൊടി കൊണ്ട് തന്നെ ഉണ്ടാക്കാം, കൂടെ ഉഴുന്ന് മൂപ്പിച്ച് പൊടിച്ച് ചേർത്താലും മതി. ഞാനിപ്പോൾ ഇത് റവയും അരിപ്പൊടിയും കൂടെ ചേർത്താണ് ഉണ്ടാക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കറുത്ത എള്ള്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, നെയ്യ്, വെള്ളം. ഇതിന് ആദ്യമേ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1.25 കപ്പ് വെള്ളം. നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം നല്ലോണം ചൂടായി അതിലേക്ക് ഉപ്പ് ചേർക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ അല്പം ഒന്ന് കുറച്ചിട്ട് അതിലേക്ക് ആദ്യമേ റവ ഇട്ട് കൊടുക്കണം. റവ ഇട്ട് കൊടുക്കുന്ന കൂടെ തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അരിപ്പൊടി വറുത്തതായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. റവ ഒന്ന് വെന്ത് വരണം. ഇനി ഇതിൻ്റെ കൂടെ അരിപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് ഒരല്പസമയം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ മാത്രമേ ഇത് ശരിക്കുള്ള അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മേടിക്കുന്നതാണെങ്കിൽ ചിലപ്പം മൈദയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ട് കാണും. അപ്പം നിങ്ങൾ കഴിവതും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ വീട്ടിൽ ഇതുപോലെയൊന്നും ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് ചൂടാറണം. അതിനല്പസമയം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് മുളക് പൊടി, കറുത്ത എള്ള്, കായപ്പൊടി, ഇപ്പോഴും സാമാന്യം നല്ല ചൂടുണ്ട്. ഇടയ്ക്ക് കൈ ഒന്ന് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കുഴച്ചെടുക്കണം. ഈ ചൂടോട് കൂടെ തന്നെ കുഴച്ചെങ്കിലേ ഇത് ശരിയാവുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി അല്പം നെയ്യ് ചേർക്കാം. ഏകദേശം 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ആകാതിരിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ച് തന്നെ വെക്കണം. അപ്പം നമ്മൾ കുഴച്ച് വെച്ചേക്കുന്നതിൽ കൂട്ട് കുറേശ്ശെ എടുത്തിട്ട് ഇത് ഈ കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഇതിപ്പം കൂടുതലായിട്ട് ഞാനിതിൻ്റെ കുറച്ചങ്ങോട്ട് മാറ്റുവാണ്. ഇതുപോലെ നീളത്തിൽ എടുത്തിട്ട് ഇതേ കൈവിരലെ ചുറ്റി ഇത്രയും മതി നമുക്ക്. എന്നിട്ട് ഈ അറ്റ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇങ്ങനെ കൈവിരലെ ചുറ്റി എടുക്കുന്നത് കൊണ്ടാണ് ഇതിന് റിംഗ് മുറുക്കെന്ന് പറയുന്നത്. നമുക്ക് ബാക്കി മുഴുവൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം.
ഇത് മുഴുവൻ ഞാനിപ്പം ഇതുപോലെ റിങ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരുപോലെ റൗണ്ടിലാക്കാതെ പല ഷേപ്പിലൊന്ന് മാറ്റി വരുത്തുന്നതും നല്ലതാണ്. ഇതിപ്പം നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം ഒരേ ഷേപ്പിലാകാതെ ഇച്ചിരി ഷേപ്പ് മാറിയൊക്കെ ഇരിക്കാനായിട്ട് കുട്ടികളെയും കൂടെ കൂട്ടി ഇത് ഉരുട്ടിയെടുപ്പിക്കുക. അന്നേരം കുട്ടികൾക്കും ഒരു രസമാകും, കണ്ടോ ഇത് ഞങ്ങൾക്കും ഇത് ഉരുട്ടാൻ പറ്റുമെന്ന് അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഇനി നമുക്കിത് വറുത്തെടുക്കാം. എണ്ണ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞിട്ട് തീ അല്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കണേ. ഇതുപോലെ ഉടനെ ഇത് ഒന്നും ചെയ്യരുത്. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരല്പം കളറൊന്ന് മാറും വരും. ഇതുപോലെ ഉണ്ടല്ലോ, കുഴിവുള്ള പാത്രത്തിലാണെങ്കിലുണ്ടല്ലോ കുറേശ്ശെ എണ്ണ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. സാധാരണ ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണ നമ്മൾ കളയുമല്ലേ ഉള്ളത്. കുഴിവുള്ള പാത്രമാണെങ്കിൽ എണ്ണ കുറച്ചും മതി. നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. കണ്ടേ, എണ്ണയുടെ കുമ്പളയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പം ഇത് മൂത്തിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കി നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. റിംഗ് മുറുക്ക് മുഴുവൻ വറുത്ത് കോരിയിട്ടുണ്ട്. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ല ക്രിസ്പിയാണ്. വെറുതെ കുറിക്കാൻ വരെ നല്ല രുചിയുള്ളതാണ്. ചായയുടെ കൂടെയൊക്കെ നിങ്ങൾ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞ് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ 1 മാസം വരെ ഇത് ഒരു കേടും കൂടാതിരുന്നോളും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ റിംഗ് മുറുക്ക്. ആദ്യം പറഞ്ഞതുപോലെ കുട്ടികളെയും കൂടെ കൂട്ടി ഈ റിംഗ് ഉണ്ടാക്കിയാൽ അവർക്ക് ഹാപ്പിയാകും. അവർക്ക് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വെറൈറ്റി വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.